നെല്ലിലുള്ള ആദ്യ വളം. കർഷക സുഹൃത്തുക്കളെ, ഭാരതത്തിൽ ഇപ്പോൾ എല്ലായിടത്തും നെൽകൃഷി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ എല്ലാ കർഷകർക്കും ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: നെല്ലിന് ആദ്യ വളം എപ്പോൾ, എങ്ങനെ, ഏത് വളം ചേർത്ത് വയ്ക്കണം എന്നത്. ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം നെല്ലിന്റെ മൊത്തം വിളവ് തീരുമാനിക്കുന്നത് നെല്ലിന് നൽകുന്ന ആദ്യ വളത്തെ ആശ്രയിച്ചാണ്. ആദ്യ വളം ശരിയായ രീതിയിൽ ശരിയായ ഉൽപ്പന്നങ്ങൾ ചേർത്ത് ശരിയായ സമയത്ത് നൽകിയാല് കർഷകർക്ക് കൂടുതൽ ചിനപ്പുകളും നല്ല വളർച്ചയും മികച്ച വിളവും ലഭിക്കും. അതുകൊണ്ട് ഈ ചോദ്യത്തിലുള്ള പരിഹാരമാണ് ഈ വീഡിയോ. നമസ്കാരം കർഷക സുഹൃത്തുക്കളെ, കാത്യായനി ഓർഗാനിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കർഷക സുഹൃത്തുക്കളെ, നെൽകൃഷിയിലെ ആദ്യ വളം ഇത്ര പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കാം. നിങ്ങൾ ഇപ്പോൾ നട്ട നെൽച്ചെടികളുണ്ടല്ലോ, അവ ആദ്യം നഴ്സറിയിലായിരുന്നു. നഴ്സറിയിലെ മണ്ണും സാഹചര്യങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ നിന്ന് മാറ്റി നട്ടപ്പോ ചെടികൾ ഇപ്പൊ പുതിയ പാടത്താണ്. ഇപ്പൊ നെൽച്ചെടികള് ട്രാൻസ്പ്ലാന്റിംഗ് ഷോക്കിലായിരിക്കും. അതിൽ നിന്ന് പതുക്കെ 20 മുതൽ 25 ദിവസം ആവും. ഈ 25 മുതൽ 40 ദിവസം വരെയുള്ള സമയമാണ് കർഷക സുഹൃത്തുക്കളെ വേരുകൾ നന്നായി വളരാനും കൂടുതൽ ചിരപ്പുകൾ വരാനും പറ്റിയ സമയം. ഈ സമയത്ത് നിങ്ങൾ ആദ്യ വളം ശരിയായ രീതിയിൽ നൽകിയാൽ ചെടികൾക്ക് നല്ല വളർച്ചയും കരുത്തും ലഭിക്കും. നിങ്ങളുടെ കൃഷിയിൽ 10 ചിരപ്പുകൾ വരുമോ അതോ 100 ചിരപ്പുകൾ വരുമോ എന്ന് ഈ വളമാണ് തീരുമാനിക്കുന്നത്. കൂടുതൽ ചിരപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ വളർച്ചയും ഉണ്ടാവും. ഇതിനെ ആശ്രയിച്ചാണ് എത്ര കതിരുകൾ ഉണ്ടാകും എന്ന് തീരുമാനിക്കുന്നത്. കൂടുതൽ കതിരുകൾ ഉണ്ടായ അതിനർത്ഥം നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നെല്ലിന് നൽകുന്ന ആദ്യ വളം ഇത്ര പ്രധാനമാണെന്ന് പറയുന്നത്. അപ്പൊ കർഷക സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞങ്ങൾ ചില ബോണസ് പോയിന്റുകളും പറയുന്നുണ്ട്. അവസാനം പറയുന്ന 3 വളങ്ങളെ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഓരോ വളത്തെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ വളം യൂറിയയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് യൂറിയ തരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടികൾ ട്രാൻസ്പ്ലാന്റിംഗ് ഷോക്കിലായിരുന്നു. അതിന് മാറി ഇപ്പൊ ചെടികൾ സജീവമായി ചിനപ്പുകൾ വരുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആക്ടിവേറ്റഡ് ലിവിംഗ് സ്റ്റേജ് മുതൽ നന്നായി ചിനപ്പുകൾ ഉണ്ടാകുന്ന ഘട്ടം എന്നാണ് അർത്ഥം. ചിനപ്പുകൾ ഉണ്ടാകാൻ ചെടിയുടെ ഇലകളും നല്ല പച്ച നിറത്തിൽ ഇരിക്കാനവ അത്യാവശ്യമാണ്. ഈ പച്ചമുറ നിലനിർത്താൻ നൈട്രജൻ സഹായിക്കുന്നു. അതോടൊപ്പം നൈട്രജൻ കാരണം ചിനപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നൈട്രജൻ സഹായിക്കുന്നു. കൂടാതെ തണ്ട് ബലമുള്ളതാക്കാനും ഈ നൈട്രോജൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ കർഷകരും തുടക്കത്തിൽ തന്നെ യൂറിയ നൽകുന്നത്. പക്ഷെ കർഷക സുഹൃത്തുക്കളെ, ഇവിടെ പ്രധാന കാര്യം യൂറിയ എത്ര അളവിൽ നൽകണമെന്നതാണ്. പല കർഷകരെ ചെയ്യുന്ന തെറ്റ് യൂറിയ മുഴുവനായും തുടക്കത്തിൽ തന്നെ നൽകുന്നു എന്നതാണ്. ആ തെറ്റ് ഒഴിവാക്കാൻ നിങ്ങൾ യൂറിയ 3 തവണകളായി നൽകാൻ ശ്രദ്ധിക്കണം. അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോ ആദ്യ വളമായി നൽകുന്നത്. അതുകൊണ്ട് യൂറിയ എപ്പോഴും 3 ഭാഗങ്ങളായി തിരിച്ചു വേണം നൽകാൻ. തുടക്കത്തിൽ തന്നെ DAP നൽകിയിട്ടുണ്ടാവും. അതിനാൽ DAPയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം കർഷക സഹോദരങ്ങളെ നമ്മുടെ ആദ്യ വള പ്രയോഗത്തിലാണ് വരുന്നത്. അതായത് 25 കിലോ മുതൽ കർഷക സഹോദരങ്ങളെ 27 കിലോ വരെ നിങ്ങൾക്ക് ആദ്യ ഫലമായി ഇപ്പൊ യൂറിയ അല്ലെങ്കിൽ. മൂന്നാമത്തെ ഭാഗം കർഷക സഹോദരങ്ങളെ നമ്മൾ പിന്നീട് നൽകും. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പൊ കർഷക സഹോദരങ്ങളെ, ഇതാണ് ആദ്യ വള പ്രയോഗത്തിലെ ആദ്യ ഉൽപ്പന്നം. ഇനി ഇതിനൊപ്പം നമ്മൾ ചേർക്കേണ്ടവന് കർഷക സഹോദരങ്ങളെ രണ്ടാമത്തെ വളമാണ്. അതാണ് കാത്യായനി സിങ്ക് സൾഫേറ്റ് 33%. ഈ സിങ്ക് സൾഫേറ്റ് കർഷക സഹോദരങ്ങളെ നമ്മുടെ ഭാരതത്തിന് മണ്ണില് സിങ്കിന്റെ കുറവ് കർഷക സഹോദരങ്ങളെ വളരെ കൂടുതലാണ്. അത് കാരണം നെൽകൃഷിയിൽ തുടക്കം മുതൽ തന്നെ മഞ്ഞ നിറം കാണാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ തന്നെ മഞ്ഞ നിറം വന്നാൽ കർഷക സഹോദരങ്ങളെ അത് ചിലപ്പോൾ വരുന്നതിന് നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ സിങ്ക് തുടക്കത്തിൽ തന്നെ നൽകണം. മഞ്ഞ നിറം വന്നാലും ഇല്ലെങ്കിലും സിങ്ക് നിങ്ങൾ നെല്ലിന് നൽകിയിരിക്കണം. കാരണം അതിനായി കാത്തിരുന്നാൽ കർഷക സഹോദരങ്ങളെ അത് ചിനപ്പുകളെ ബാധിക്കും. ചിനപ്പുകൾ കുറയും, വളർച്ച കുറയും, അത് ഉൽപ്പാദനത്തെ ബാധിച്ചേക്കാം. അതിനാൽ തുടക്കത്തിൽ തന്നെ സിങ്ക് തീർച്ചയായും മതിയാണ്. സിങ്കിന്റെ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷക സഹോദരങ്ങളെ 1 ഏക്കറിന് 4 കിലോ മുതൽ 5 കിലോ വരെ നിങ്ങൾ നൽകേണ്ടതുണ്ട്. ഇനി ഇതിനു ശേഷം വരുന്നത് കർഷക സഹോദരങ്ങളെ ഒരു പ്രധാന വളമാണ്. ഇപ്പൊ എല്ലാ കർഷകരും എല്ലാ വിളകൾക്കും ഇത് നൽകുന്നുണ്ട്. അതായത് കാത്യായനി ആക്ടിവേറ്റഡ് ഹ്യൂമിക് പ്ലസ് ഫുള്ളിക് ആസിഡ് 98. ഈ ഹ്യൂമിക് പ്ലസ് ഫുള്ളിക് ആസിഡ് കർഷക സഹോദരങ്ങളെ തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ നെൽച്ചെടിയുടെ വെളുത്ത വേരുകളുടെ വളർച്ചയെ അത് ആദ്യം വർദ്ധിപ്പിക്കുന്നു. വെളുത്ത വേരുകളുടെ വളർച്ച കൂടുമ്പോൾ കർഷക സഹോദരങ്ങളെ ചെടിയുടെ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. അതായത് ദൂരെയുള്ള പോഷകങ്ങൾ പോലും കർഷക സഹോദരങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാൻ ഈ ഹ്യൂമിക് പ്ലസ് ഫുള്ളിക് ആസിഡ് സഹായിക്കുന്നു. അതുകൊണ്ട് കർഷക സഹോദരങ്ങളെ, നെൽകൃഷി ചിലപ്പോൾ ഉണ്ടാകാനും വെളുത്ത വേരുകൾ വളരാനും എല്ലാ കർഷകരുടെയും ആദ്യ തെരഞ്ഞെടുപ്പ് കാത്യായനി ആക്ടിവേറ്റഡ് ഹ്യൂമിക് പ്ലസ് ഫുള്ളിക് ആസിഡ് 98. സാധാരണ വിപണിയിൽ ലഭിക്കുന്ന ഹ്യൂമിക് ആസിഡുകൾ കർഷക സഹോദരങ്ങളെ ഒരിക്കലും ഉപയോഗിക്കരുത്. കാത്യായനി ആക്ടിവേറ്റഡ് ഹ്യൂമിക് പ്ലസ് ഫുള്ളിക് ആസിഡ് തന്നെ വാങ്ങുക.
ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് കർഷക സഹോദരങ്ങളെ. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും, അത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിന്റെ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷക സഹോദരങ്ങളെ, യൂറിയോടൊപ്പം ചേർക്കാൻ 1 ഏക്കറിൽ 2 കിലോ വീതം കലർത്തണം. അപ്പോ ഇതാണ് 3ാമത്തെ വളം. ഇനി വരുന്നത് കർഷക സഹോദരങ്ങളെ 4ാമത്തെ ഉൽപ്പന്നമാണ്. ഇതിൽ ഇവ ചേർക്കുന്നത് വളരെ പ്രധാനമാണ് കർഷക സഹോദരങ്ങളെ. കാരണം നെൽച്ചെടി സജീവമായി ചിനപ്പുകൾ വരുന്ന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ചെടി നല്ല പച്ചപ്പുള്ളതായിരിക്കും. ദൂരെ നിന്ന് നോക്കുമ്പോൾ കർഷക സഹോദരങ്ങളെ വിള കാണാൻ വളരെ ഭംഗിയുണ്ടാവും. അതേ സമയത്താണ് കർഷക സഹോദരങ്ങളെ കീടങ്ങളുടെ ശല്യം തുടങ്ങുന്നത്. ഈ സമയത്ത് ഏത് കീടാണ് കൂടുതൽ വരുന്നത് കർഷക സഹോദരങ്ങളെ? ഒന്ന് തണ്ടുനിരപ്പം പുഴു, മറ്റൊന്ന് ഇല ചുരുട്ടി പുഴു. ഈ 2 കീടങ്ങളും കർഷക സഹോദരങ്ങളെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയും ഒരേ സമയം ചെടിയെ പൂർണ്ണമായും ഉണക്കുകയും ചെയ്യുന്നു. കർഷക സഹോദരങ്ങളെ, അത് ചെടിയെ ബാധിക്കുന്നു, അതോടൊപ്പം ചീനപ്പുകളെയും ബാധിക്കുന്നു. ഈ കീടകൾ കാരണം തുടക്കത്തിൽ ചീനപ്പുകൾ കുറവായിരിക്കും കർഷക സഹോദരങ്ങളെ. ചിലപ്പോൾ കൊറിയയൊരു കാരണം വളമാണ്. രണ്ടാമത്തത് കർഷക സഹോദരങ്ങളെ കീടങ്ങളാണ്. അതിനാൽ ഈ കീടങ്ങളെ തുടക്കം മുതലേ നിയന്ത്രിക്കണം. അതിനായി നമ്മൾ എടുക്കേണ്ടത് കർഷക സഹോദരങ്ങളെ കാത്യായനി ഫാന്റാസ്റ്റിക് ആണ്. ഇത് ക്ലോറാൻപാനിൽ ടെക്നിക്കൽ തരികളുണ്ട്. ഈ സാങ്കേതിക വിദ്യ കർഷക സഹോദരങ്ങളെ എല്ലാ കർഷകരും നെൽകൃഷിയിൽ ആദ്യ വളപ്രയോഗത്തിലും നൽകാറുണ്ട്. അതിനാൽ നിങ്ങളും നിങ്ങളുടെ കൃഷിയിൽ ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള കാത്യായനി ഫാന്റാസ്റ്റിക് നിങ്ങളുടെ നെൽകൃഷിയിൽ തീർച്ചയായും ഉപയോഗിക്കുക. കർഷക സുഹൃത്തുക്കളെ, ഈ കീടനാശിനി സിസ്റ്റമിക് ആക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഒന്നാണ്. നിങ്ങളിത് നെൽകൃഷിയിൽ പ്രയോഗിച്ചാലുടൻ വേരുകൾ ഇത് വലിച്ചെടുക്കുകയും ചെടിയെ ബാധിക്കുന്ന കീടങ്ങളെ ഉടനടി നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ കർഷക സുഹൃത്തുക്കളെ, ഇതാണ് നെൽകൃഷിയിലെ ആദ്യ വളപ്രയോഗത്തോടൊപ്പം നൽകേണ്ട പ്രധാന ഉൽപ്പന്നം. ഇതുകൂടാതെ കർഷക സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന മറ്റു വളങ്ങളെല്ലാം ബോണസ് ആണ്. എന്നാൽ ഈ വളം നിങ്ങൾ തീർച്ചയായും നൽകിയിരിക്കണം. അതിൽ ആദ്യത്തെ ബോണസ് വളമാണ് കർഷക സുഹൃത്തുക്കളെ കാത്യായനിയുടെ ഭൂമിരാജ. ഭൂമിരാജയിൽ അടങ്ങിയിരിക്കുന്നത് വാമാണ് കർഷക സുഹൃത്തുക്കളെ. ഇതൊരു മൈക്കോറൈസയാണ്. മൈക്കോറൈസയുടെ ജോലി എന്താണ് കർഷക സുഹൃത്തുക്കളെ? ഇത് മണ്ണിനടിയിൽ ബന്ധനം ഉണ്ടാക്കുന്നു. ഈ മൈക്കോറൈസ ഒരു ജൈവ വളമാണ്. ഇതിൽ ജൈവ സ്പോറുകൾ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇത് നെൽകൃഷിയിൽ പ്രയോഗിക്കുമ്പോൾ ഈ സ്പോറുകൾ നേരിട്ട് നെല്ലിന്റെ വേരുകളിലെത്തുകയും അവയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതായത് വേരുകളുമായി ഇത് ഒട്ടിപ്പിടിക്കുന്നു. വേരുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നെൽച്ചെടിയുടെ വേരുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ 10 ഇരട്ടി വലിയൊരു ശൃംഖല ഈ ഭൂമിരാജ മൈക്കോറൈസ സ്പോറുകളിൽ നിർമ്മിക്കുക. ഈ ശൃംഖല എന്തിനാണ് സഹായിക്കുന്നതെന്ന് അറിയാമോ കർഷക സുഹൃത്തുക്കളെ? ഇത് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. മണ്ണിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയെല്ലാം ദൂരെയുള്ള വേരുകളിൽ നിന്ന് പോലും ഈ ശൃംഖല വഴി ചെടിക്ക് എത്തിച്ചു നൽകുന്നു. കർഷക സുഹൃത്തുക്കളെ, ഈ ഭൂമി രാജ ഹ്യൂനിക്രസിനൊപ്പം നെൽകൃഷിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷിയും മറ്റുള്ളവരുടെ കൃഷിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു. അപ്പൊ കർഷക സുഹൃത്തുക്കളെ, ഇതിന്റെ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഏക്കറിന് 4 കിലോ വീതമാണ് ഉപയോഗിക്കേണ്ടത്. കർഷക സുഹൃത്തുക്കളെ, ആദ്യ വളപ്രയോഗത്തോടൊപ്പം ഭൂമിരാജ നശിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ഇതിൽ ജീവനുള്ള മൈക്കോറൈസർ സ്പോറുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഇത് യൂറിയയുമായി കലർത്തിയാൽ സ്പോറുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യ വളപ്രയോഗത്തിന് ശേഷം ഭൂമിരാജ മാത്രമായി നെൽകൃഷിയിൽ വിതറാവുന്നതാണ്. ഇത് നല്ല ഫലം നൽകും. നിങ്ങൾക്കിത് യൂറിയയ്ക്കൊപ്പം തന്നെ നൽകണമെന്നുണ്ടെങ്കിൽ ആദ്യ വളപ്രയോഗത്തോടൊപ്പം ഉടനടി കലർത്തി വിതരേണ്ടതുണ്ട്. എങ്കിലും ചില സ്പോറുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ റിസ്കിൽ ആദ്യ വളത്തോടൊപ്പം ഇത് ചേർക്കാം. അല്ലെങ്കിൽ പ്രത്യേകം വിതരണതാണ് കൂടുതൽ നല്ല ഫലം നൽകാൻ സാധ്യത. ഇനി കർഷക സുഹൃത്തുക്കളെ, ഈ വർഷം പല നെൽകൃഷികളിലും കണ്ടുവരുന്ന അവസാനത്തെ പ്രശ്നത്തെക്കുറിച്ചും വളത്തെക്കുറിച്ചും സംസാരിക്കാം. അതായത് ഇരുമ്പിന്റെ കുറവ്. സിങ്ക് കുറയുന്നത് പോലെ തന്നെ ഇത് ഇലകൾ മഞ്ഞ നിറമാകാൻ കാരണമാകുന്നു. എന്നാൽ ഇരുമ്പിന്റെ കുറവുണ്ടാകുമ്പോൾ ഇലകൾ മഞ്ഞയാകുന്നതിനൊപ്പം വെളുത്ത നിറത്തിലുമാകുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇലകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുകയാണെങ്കിൽ അത് ഇരുമ്പിന്റെ കുറവാണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ കൃഷിയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആദ്യ വളപ്രയോഗത്തോടൊപ്പം ഫെറസ് സൾഫേറ്റ് കൂടി ചേർക്കുക. ഇതിന്റെ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഏക്കറിന് 10 കിലോ വരെ നിങ്ങൾക്ക് ചേർത്ത് നൽകാം. തുടക്കത്തിൽ ചെടികളിൽ ഇരുമ്പിന്റെ കുറവ് കാണുന്നില്ലെങ്കിൽ കർഷക സുഹൃത്തുക്കളെ ആദ്യ വളത്തിൽ ഇത് നൽകേണ്ടതില്ല. പിന്നീട് വേണമെങ്കിൽ 12% ഈ DTTA സ്പ്രേ ചെയ്തും ഇരുമ്പിന്റെ കുറവ് പണിക്കരിക്കാം. അപ്പോൾ കർഷക സുഹൃത്തുക്കളെ, നെൽകൃഷിയിലെ ആദ്യ വളപ്രയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയുമാണ്. ഈ വളം കർഷകർ തുടക്കത്തിൽ തന്നെ 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ നൽകണം. മറ്റൊരു കാര്യം, വളം നൽകുമ്പോൾ കർഷകർ നെൽവയലിലെ വെള്ളം പൂർണ്ണമായി മുഴുക്കി കളയണമെന്നതാണ്. അതിനുശേഷം ഈ വളം 2-3 ദിവസത്തിന് ശേഷം കർഷകർ വീണ്ടും വെള്ളം കഴിക്കണം. വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണ് ആദ്യ വളം നൽകുന്നതെങ്കിൽ കർഷകരെ അത് നെൽച്ചെടിക്ക് ലഭിക്കില്ല. മറിച്ച് വെള്ളത്തിൽ കലർന്നു പോവുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കലർന്നാൽ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല.
അതുകൊണ്ട് വെള്ളം മാറ്റിയ ശേഷം മാത്രം ആദ്യം വളം നൽകുക. അപ്പൊ കർഷക സുഹൃത്തുക്കളെ, ആദ്യ വളപ്രയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയാണ്. ഈ വീഡിയോ ഇങ്ങനെ എന്താ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ ചോദിക്കണം. കൂടാതെ നെൽകൃഷിയിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, എന്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നും കമന്റിൽ പറയാം. മാമേ